Hi dears, welcome back to 30 days challenge day 22. ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ പ്രാക്ടീസിങ് ആരംഭിക്കുകയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സംസാരിച്ച് അടിപൊളിയായി സെറ്റ് ആവാൻ പോവാണ്. അപ്പം എല്ലാവരും എന്നോടൊപ്പം തന്നെ ഉണ്ടല്ലോ. ഇത്രയും ദിവസം നമ്മൾ എന്താണ് ടെൻസ് ആയിട്ടും ഇംഗ്ലീഷിൻ്റെ ബേസ് ആയിട്ടും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളൊന്ന് സംസാരിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമ്മള് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും ബേസ് എവിടെ നിന്നാ തുടങ്ങുന്നത്? നമ്മുടെ വീട്ടിൽ നിന്നാണല്ലേ തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ പ്രാക്ടീസും എവിടെ നിന്ന് തുടങ്ങാം? വീട്ടിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മുടെ വീട്ടില് ഒരു പാരന്റും ഒരു കുട്ടിയും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, അവിടെ നിന്ന് തന്നെ തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് സ്കൂളിൽ പോയി തിരിച്ചു വന്ന് രാത്രി കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടല്ലോ അല്ലെ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗുഡ് മോർണിംഗ് ഷെസ, ടൈം ടു ഗെറ്റ് അപ്പ് ഫോർ സ്കൂൾ. I'm so hungry. കേട്ടോ, ഞാൻ ഫസ്റ്റ് പറയുന്ന ആ പറഞ്ഞ സെന്റൻസ് എന്തായിരുന്നു? ടൈം ടു ഗെറ്റ് അപ്പ് ഫോർ സ്കൂൾ എന്ന് പറഞ്ഞു അല്ലേ? സ്കൂളിലേക്ക് പോകാൻ സമയമായി. നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യില്ല, അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മക്കളെ വിളിക്കുന്നത് തൊട്ടിട്ടല്ലേ വേഗം എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ റെഡി ആവാനായി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലേ. സോ നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന സെന്റൻസ് ആണ്. എങ്ങനെയാണ് എന്റെ കൂടെ നിങ്ങൾ പറയാട്ടോ? ടൈം ടു ഗെറ്റ് അപ്പ് ഫോർ സ്കൂൾ. Time to get up for school. Shiza, time to get up for school. Like that. Yes, you want to practice like this. Shiza, time to get up for school. നിങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങളോടൊപ്പം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. വായ തുറന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ നമ്മുടെ പ്രാക്ടീസിങ് സെഷൻ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ വിളിച്ച സമയത്ത് മോൾ എന്താണ് പറയുന്നത്? ഐ ആം സോ ഹംഗ്രി മാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നതല്ലേ. എൻ്റെ ഇവളല്ല, നമ്മുടെ ഇവനേക്കാളും ചെറിയൊരു കുട്ടിയുണ്ട്. അവനെങ്ങനെയാണെന്നറിയോ? ഒരു ഡേ തുടങ്ങൽ എന്നെ രാവിലെ എഴുന്നേൽക്കൽ എങ്ങനെയാണ്? വിശക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തത് കേട്ടോ. നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് നല്ല വിശക്കുന്നുണ്ട് അല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുത്തേ, എങ്ങനെയാ പറയാ? Mom, I'm so hungry. Yes, repeat her. Mom, I'm so hungry. Yes, I'm so hungry. വിശപ്പിന് നമ്മൾ പറയും hungry എന്ന് പറയും കേട്ടോ. Then next നമ്മൾ പറയും, അടുത്ത ചോദ്യം എന്തായിരിക്കും? ഹംഗ്രി ആണെന്ന് പറയുമ്പോൾ അടുത്ത് നമ്മൾ എന്തായിരിക്കും അപ്പോൾ പറയാ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് എന്ന് പറയൂ അല്ലേ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്ന് പറയൂ അല്ലേ? സോ ഞാൻ പറയും, ഓക്കെ സ്വീറ്റി, ലെറ്റ്സ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. Mom, can I have pancake? Yes, but you don't forget one thing. You want to brush your teeth. Okay. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളും നോക്കിയേ. അപ്പൊ നമ്മൾ പറയാണ്, നമ്മൾ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയാണ്, ഓക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ലെറ്റ്സ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. യെസ്, പ്രാക്ടീസ് വിത്ത് മീ. എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. എങ്ങനെയാ പറഞ്ഞത്? ലെറ്റ്സ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. Let's make breakfast. എങ്ങനെയാ പറയേണ്ടത്? Let's make breakfast. യെസ്. അപ്പൊ അതിന്റെ റിപ്ലൈ എന്താ കൊടുത്തേ? റിപ്ലൈ ഞാൻ പറയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. Mom, can I have pancake? Can I have pancake? Can I have pancake? എന്താണ് can I have എന്ന് പറയുന്നത്? എനിക്ക് ഉണ്ടാക്കി തരുമോ? Can I have pancake? എനിക്ക് പാൻകേക്ക് ഉണ്ടാക്കി തരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു yes sweetie. Yes sweetie എന്നാണ് സ്വീറ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. നമ്മൾ സ്നേഹത്തോടെ മക്കളെ തേനെ ചക്കരേ എന്നുള്ള കുറേ വേർഡ്സുകളൊക്കെ നമ്മൾ കൊഞ്ചിച്ചുകൊണ്ട് പറയാറുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീറ്റി എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മക്കളെ അങ്ങനെയൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ സ്വീറ്റി, ബട്ട് യു ഡോണ്ട് ഫോർഗെറ്റ് വൺ തിങ്. ഡോണ്ട് ഫോർഗെറ്റ് വൺ തിങ്. നീ ഒരു കാര്യം മറക്കരുത്. എന്താ കാര്യം? എന്താ കാര്യം? യു ബ്രഷ് യുവർ ടീത്ത് ഫസ്റ്റ്. എങ്ങനെയാണ് ആ കാര്യം പറയുന്നത്?
You brush your teeth first. You brush your teeth first. നീ ആദ്യം നിന്റെ പല്ല് തേക്കുക. ചില കുട്ടികളുണ്ടായിരിക്കും അല്ലെ, പല്ലൊന്നും തേക്കൂല, നേരെ വന്ന് വിശക്കണമെന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞു മക്കളുണ്ടായിരിക്കും. നമ്മൾ അവരോട് പറയാ, പല്ല് തേക്കാതെ ഭക്ഷണം കൊടുത്തിട്ട് ആരും ശീലാക്കരുത്. നമ്മൾ എന്ത് ചെയ്യാ പറയാ, ഫസ്റ്റ് യു ബ്രഷ് യുവർ ടീത്ത് ഫസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ബെഡ് ടൈമിൽ നടക്കുന്ന കാര്യം കേട്ടോ. ഇനി നമ്മൾ എന്താ ഗെറ്റിംഗ് റെഡി ആവുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് ടോക്കിങ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. Where's my backpack? It is by the door, honey. Don't forget to take your lunch box also. Okay, I'll take. Okay. എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മള് എന്താ പോവാൻ നേരത്ത് ചോദിക്കുകയാണ്, എന്റെ ബാഗ് എവിടെ? നമ്മൾ സാധാരണ ചോദിക്കും, ഉമ്മ എന്റെ ബാഗ് എവിടെ, എന്റെ ബോക്സ് എവിടെ, എന്റെ പെൻ എവിടെ, എന്റെ പെൻസിൽ എവിടെ? 100 കൂട്ടം ചോദ്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അതിലിപ്പോ ബാഗ് എവിടെ എന്ന് ചോദിച്ചതിന് എങ്ങനെയാ ചോദിച്ചത്? Where is my bag? എന്റെ ബാഗ് എവിടെ? അപ്പൊ ഞാൻ പറഞ്ഞ ബാക്ക് പാക്ക് എന്നും പറയാം കേട്ടോ. ബാക്ക് പാക്ക് എന്ന് പറയുന്നത് ബാഗിന് നമ്മൾ പറയാ ബാക്ക് പാക്ക്. നമ്മുടെ ബാക്കിലിടുന്ന പാക്ക് ചെയ്തിട്ട് ബാക്കിലിടുന്ന സാധനമാണ് ബാക്ക് പാക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ആൻസർ പറഞ്ഞു, ഇറ്റ് ഈസ് ബൈ ദ ഡോർ ഹണി എന്നാണ് ഞാൻ യൂസ് ചെയ്തത് അല്ലെ. ഇറ്റ്സ് ബൈ ദ ഡോർ ഹണി. ഇറ്റ്സ് ബൈ ദ ഡോർ ഹണി. It's by the door. It's by the door, honey. എന്താണ് ഹണി? നമ്മൾ കൊഞ്ചിച്ചുകൊണ്ട് പറയാണ്, അത് ഡോറിന്റെ അടുത്തുണ്ട്. ഡോറിന്റെ അടുത്തുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിപ്പിച്ചു അല്ലെ. എന്താണ് ആ കാര്യം? Don't forget to take your lunch. Yes, don't forget to take your lunch box. I wanted to take my lunch. യെസ്. അപ്പൊ ചില കുട്ടികളുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നു പോകും. അപ്പൊ അമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കും, ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് ലഞ്ച് ബോക്സ്. ലഞ്ച് ബോക്സ് എടുക്കാൻ മറക്കണ്ട എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു നോക്കിയേ. Don't forget take your lunch box. Don't forget to take your lunch box. Forget എന്നാണ് പറയാ. Don't forget to take your lunch box. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്കൂളൊക്കെ വിട്ട് ആള് വീട്ടിലെത്തി. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മീൽ ടൈം ഉണ്ടായിരിക്കും അല്ലേ. ആ ടൈമിൽ നമ്മൾ കുറച്ച് സംസാരങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ചില ഫുഡൊന്നും മക്കൾക്ക് ഇഷ്ടമാവില്ല അല്ലേ. ചില ഫുഡുകളൊക്കെ അത് ഞാൻ കഴിക്കൂല, അതെനിക്കിഷ്ടമല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കും. ബ്രക്കോളിയാണ് ഞാൻ ഇന്ന് ഇവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. Mom, I don't like broccoli. Please try a little bit, Molu. It's good for your health. Okay. Can I have ice cream? After dinner, maybe. Okay. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? I don't like broccoli. എനിക്ക് ബ്രൊക്കോളി ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്? പ്ലീസ് ജസ്റ്റ് ട്രൈ എ ലിറ്റിൽ ബിറ്റ്. നമ്മൾ മക്കളെ എന്തെങ്കിലും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്നാ കഴിക്കണ്ടെന്ന് പറയാതെ എന്ത് ചെയ്യുക, ബ്രൊക്കോളി എന്നൊക്കെ പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണല്ലേ. സോ നമ്മൾ എന്ത് പറയണം, വെജിറ്റബിൾസ് ഒക്കെ കുട്ടികളുടെ ഹെൽത്തിന് നല്ലതാണല്ലേ. അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നീ ഒന്ന് കഴിച്ചു നോക്ക്, അപ്പൊ നിനക്ക് ഇഷ്ടാവും, നിന്റെ ഹെൽത്തിന് അത് നല്ലതാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. പ്ലീസ് ജസ്റ്റ് ട്രൈ എ ലിറ്റിൽ ബിറ്റ്. എന്താണ്, കുറച്ച് ട്രൈ ചെയ്യാൻ പറയാ. ലിറ്റിൽ ബിറ്റ്. ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. നിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ അവള് ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ, എന്താണ് ചോദിച്ചത്? Can I have ice cream? Can I have ice എനിക്ക് cream? സങ്കടമായപ്പോ എന്നുവെച്ചാല് ഞാൻ ഭക്ഷണം, എനിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടമില്ലാതല്ലോ നമ്മൾ കഴിക്കുക. അപ്പൊ നമ്മൾ കഴിക്കും, Mom, can I have ice cream? എനിക്ക് ഐസ്ക്രീം തരുമോ? Can I have ഇവിടെ നമ്മൾ യൂസ് ചെയ്തു, ആരും മറക്കണ്ട. Can I have തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാട്ടാ. Can I have ice cream? അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ആഫ്റ്റർ ഡിന്നർ മേ ബി എന്ന് പറഞ്ഞത് അല്ലെ. എന്താ മേ ബി എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഡിന്നറിന് ശേഷം ചിലപ്പോ തരാം. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പ് പറഞ്ഞാൽ ആകെ പ്രശ്നമാവും. ചില മക്കൾ ഭയങ്കര വാശിയുള്ള മക്കളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആഫ്റ്റർ ഡിന്നറിന് ശേഷം മേ ബി ചിലപ്പോ തരാം. അപ്പോൾ അതും കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ? ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ മക്കൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ടുകൾ വരാം. അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺവെർസേഷനിലോട്ട് പോവാണ്. Mom,
I need help with my homework. Okay, let's take a look. I don't understand this problem. Look, I cannot understand this anything. Let me explain it to you. അപ്പോൾ എന്താണ് ഇവിടെ നടന്നത്? ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? മാത്സ് ഹോംവർക്ക് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് നമ്മളുടെ ഹെൽപ്പ് വേണ്ടി വരും അല്ലേ? അപ്പോൾ അവള് പറഞ്ഞത് എന്താണ് നമ്മൾ പറഞ്ഞ സെന്റൻസ്? Mom, I need help with my homework. I need help with my homework. എങ്ങനെയാണ് പറയാ? നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? I need help with my maths homework. എൻ്റെ മാത്സ് ഹോംവർക്കിന് എനിക്ക് ഹെൽപ്പ് വേണം. അപ്പൊ ഞാൻ എന്താണ് അതിന് റിപ്ലൈ കൊടുത്തത്? Let's take a look. Let's take a look. ഞാനൊന്ന് നോക്കട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, let's take a look എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എന്താ പറയുന്നത്? I don't understand this problem. ഈ പ്രോബ്ലം എനിക്ക് മനസ്സിലാവുന്നില്ല. I don't understand this problem. എങ്ങനെയാ പറയാ? I don't understand this problem. Yes. അപ്പൊ ഞാൻ പറയാ let me explain it for you. ഞാൻ ഇത് നിനക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? Let me explain it for you. Let me explain it for you. Okay. അപ്പൊ അതും കഴിഞ്ഞു അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ എങ്ങോട്ടാ പോവാ? പിന്നെ നമ്മൾ പോകില്ല സ്ലീപ്പിങ്ങിലോട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് ചില മക്കൾക്ക് ഉണ്ടായിരിക്കും എന്താണ്, ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുമ്പോൾ പേടി അല്ലേ? ചില മക്കളൊക്കെ പറയുന്ന കാര്യമാണ് എനിക്ക് പേടിയാവുന്നു എന്ന് പറയാറുണ്ട് അല്ലേ? ചെറിയ മക്കളൊക്കെ അതെങ്ങനെയാണ് പറയുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. യെസ്. Mom, I'm scared. Don't worry, I'm always with you, dear. Everything is okay here. Mom, can you read a story for me? Yes, of course. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഫസ്റ്റ് എന്താ പറഞ്ഞത്? Mom, I'm scared. I'm scared. What does mean by scared? എനിക്ക് പേടിയാവുന്നു. പേടി എന്നുള്ളതിന് scared. I'm scared എന്നാ പറയാ അല്ലേ? അതേപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിപ്പോ നമ്മള് മുകളിൽ കിടക്കുന്നുണ്ടോ, പക്ഷെ അവർക്ക് പേടിയും. അള്ളാഹ്ക്ക് പേടിയൊന്ന്. അതുപോലെ ഒരാളാണ് എന്റെ അനിയന്. അപ്പൊ പറയല് ഇങ്ങനെയാട്ടാ, I'm scared. അപ്പൊ മോം എന്താ പറയുന്നത്? Don't worry മോളു, don't worry, പേടിക്കണ്ട. I'm always with you. ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. Everything is okay. എല്ലാം ഓക്കെയാണ്. I'm always with you. ഞാൻ എല്ലായ്പ്പോഴും നിന്റെ കൂടെ ഉണ്ട്. Everything is okay. അപ്പൊ എന്താ ചോദിക്കുന്നത് ഇങ്ങോട്ട്? Can you read a story for me? Yeah. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? Can you read a story for me? Can you read a story for me? Yeah. ഇതേപോലെ തന്നെ ഈ സ്ലാങ് തന്നെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക കേട്ടോ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. Can you please read a story for me? Yes. Can you read a story for me? Can you read a story for me? എന്ന് പറയാം. എനിക്കൊരു സ്റ്റോറി വായിച്ചു തരുമോ? ചില ആളുകൾ സ്റ്റോറി വായിച്ചു കൊടുക്കും മക്കൾക്ക്, ചില ആളുകൾ പറഞ്ഞു കൊടുക്കും അല്ലേ? അപ്പൊ എനിക്കത് പറഞ്ഞു തരുമോ എന്നാണെങ്കിൽ എങ്ങനെയാ ചോദിക്കുക? Can you please tell me a story for me? Yeah, can you tell me a story for me? എനിക്കൊരു സ്റ്റോറി പറഞ്ഞു തരുമോ? നമ്മൾ പറയാണ് എന്താണ്? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും സ്റ്റോറി പറഞ്ഞു തരാമെന്ന് അല്ലേ? അപ്പൊ നമ്മൾ കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. ഇനി ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതിന്റെ ഇടയിൽ നടക്കാവുന്ന കുറച്ച് സെന്റൻസുകൾ. ഇപ്പൊ സ്കൂൾ വിട്ട് വന്ന് വൈകുന്നേരം മക്കൾ എന്ന് പറയും ചിലപ്പോൾ പുറത്തേക്കൊന്ന് കളിക്കാൻ പോകണമെന്നൊക്കെ പറയൂലേ? അപ്പോ അങ്ങനെ പറയുന്ന സമയത്ത് ആ പാരന്റും കുട്ടിയും നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Mom, can you play outside please? Yes, of course, but you don't go far. I love you. Okay, I love you too, sweetie. അപ്പൊ ഇവിടെ എന്താ നടന്നത്? ചോദിക്കാല്ലേ, ഞാൻ പുറത്തേക്ക് കളിക്കാൻ പോട്ടെ എന്നാ ചോദിച്ചത് അല്ലേ? എങ്ങനെയാ ചോദിച്ചത്? Mom, can I play outside? ഞാൻ പുറത്ത് കളിക്കട്ടെ. Can I play outside? അപ്പൊ മോം എന്താ പറയുന്നത്? Oh, of course, but you don't go far. എന്താ പറയുന്നത്? You don't go far. എന്താ അതിന്റെ മീനിങ്? ദൂരേക്കൊന്നും പോവല്ലേ. സാധാരണ അമ്മമാര് പറയില്ലേ, കളിക്കാൻ പോയിക്കോ, പക്ഷെ ദൂരേക്കൊന്നും പോവല്ലേ.
അപ്പോൾ പറയണം ഓക്കെ ഐ ലവ് യു മാം, ഐ ലവ് യു ടു സ്വീറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസിങ് സെഷനിലുള്ളത്. സോ നിങ്ങൾ എല്ലാവരും ഈ സെന്റൻസുകൾ നിങ്ങൾ പഠിക്കുക മീൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ, കാണാതെ പഠിക്കുകയല്ല. എന്തായാലും ഒരു കുട്ടിയും പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും ഇങ്ങനെ സ്കൂളിൽ പോകുന്നവരോ ഒക്കെ ആയിട്ട് അല്ലെ. ഒന്നുകിൽ ഈ കാണുന്നവർ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ അമ്മമാരായിരിക്കാം. ആരാണെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എല്ലാ ദിവസവും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ ഇംഗ്ലീഷ് സെന്റൻസുകൾ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഈ സെന്റൻസുകളൊക്കെ ഉൾപ്പെടുത്തുക. എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഒരിക്കലും മറക്കില്ല. പിന്നീട് നമ്മളുടെ ഇംഗ്ലീഷ് ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരും കേട്ടോ. സോ നിങ്ങൾ വീട്ടിൽ നിന്നാവട്ടെ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ആവട്ടെ. നിങ്ങൾ ഐ ആം ഷുവർ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് അതിൽ ഫ്ലുവൻസി നിങ്ങൾക്ക് വരും ചെയ്യും. അതേപോലെ തന്നെ ഇതോടൊപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് റെഡിയായി വരും. അപ്പോൾ നിങ്ങൾക്ക് പുറമെ ആരോട് വേണമെങ്കിലും സംസാരിക്കാനും കഴിയും. സോ നിങ്ങൾ എന്നോടൊപ്പം ഞാൻ പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ ഐ ആം ഷുവർ നിങ്ങളും ഒരു അടിപൊളി ഇംഗ്ലീഷ് സ്പീക്കറായിട്ട് മാറും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം മറക്കണ്ട കേട്ടോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയെങ്കിലും ക്ലാസ്സുകൾ മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ രീതിയിൽ എടുത്തൂടെ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒന്ന് മാറ്റിക്കൂടെ, അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ, അതെല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ് കേട്ടോ. കാരണം പല ആളുകൾക്ക് പല രീതിയിലുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കും. എല്ലാവരുടെ ഐഡിയാസും എല്ലാം എന്താണ് നമ്മളിവിടെ സ്വീകരിക്കും. കാരണം ഓരോരുത്തരുടെ ഐഡിയയും ഞങ്ങളിവിടെ എല്ലാവരുടെ ഐഡിയാസും വിലപ്പെട്ടതായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ഷെയറും ലൈക്കും എല്ലാമാണ് എനിക്ക് ഉള്ള സപ്പോർട്ടായിട്ട് ഞാൻ കാണുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ ക്ലാസ് എടുക്കാനുള്ള എനിക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ളത്. സോ എല്ലാവരും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.